ഹേ ഗായ്സ്, അങ്ങനെ ഇടുക്കി സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ്, അതും സൈക്കിളിൽ. നമ്മുടെ സ്ഥലത്തു നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് മൂന്നാർക്ക്. നമ്മളങ്ങനെ രാവിലെ ഒരു 4:30 എണീറ്റ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 4:30 ഇറങ്ങി. നമ്മൾ നേരത്തെ പോയൊരു വീഡിയോയുടെ ക്ലിപ്സാണ് നമ്മളിപ്പോഴാണ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഊന്നുകല്ലൊക്കെ കൂടി ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോഴൊക്കെ ഇരുട്ടാണ്. നമ്മൾ ലൈറ്റ് വന്ന പിന്നെയാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്ന് നേര്യമംഗലം എത്തി. അവിടെ നിന്ന് പിന്നെ ഫുള്ള് ക്ലൈംബാണ്, നല്ല കയറ്റമാണ്. പക്ഷേ രാവിലെ തന്നെ നല്ല എനർജി ഉള്ള കാരണം കുഴപ്പമില്ലാതെ കയറ്റങ്ങളൊക്കെ ചവിട്ടി കയറ്റാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സൈക്കിളിൽ തന്നെ 3ാമത്തെ വട്ടമാണ് മൂന്നാർക്ക് പോണത്. നമ്മളങ്ങനെ കൂടുതൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സൈക്കിളിലാണ്. നമ്മളങ്ങനെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ന് പിക്ക് എടുക്കും. ഇത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസാണ്. നമ്മൾ മൂന്നാർക്ക് പോകുന്ന സ്ഥിരം കാഴ്ചയുള്ള ഒന്നാണ് ചീയപ്പാറയും വാളറ വാട്ടർഫാൾസും. റോഡ് സൈഡിൽ തന്നെ കാണുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ മനോഹരമായ. നമ്മളങ്ങനെ ഈ മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിന്നെയും കയറ്റങ്ങൾ കയറ്റി. ഇനി ഫുഡ് കഴിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ എത്തി. അങ്ങനെ നമ്മൾ നല്ല ചൂടൻ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിച്ച് ഫുൾ ബോഡി ഒന്ന് ചാർജായി. അങ്ങനെ നമ്മൾ കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഇതുപോലൊരു വെള്ളച്ചാട്ടവും ഇതുപോലെ ഇങ്ങനെ പാലമൊക്കെ കാണാം. പോയ ടൈം നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമായിരുന്നു. ചെറിയ ചെറിയ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ പോണ സൈഡിൽ ഇങ്ങനെ റോഡ് സൈഡിലുണ്ട്. നമ്മളിവിടെയൊക്കെ കാണുമ്പോൾ റെസ്റ്റ് എടുക്കാൻ നിൽക്കും. മൂന്നാറിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലൈംബാണ്. നിങ്ങൾക്കറിയാം, ഫുൾ കയറ്റാണ്, അവിടം വരെ കയറ്റാണ്. പിന്നെ ആകെ ഒരാശ്വാസം എന്ന് പറയുമ്പോൾ അടിമാലി എത്തുമ്പോഴാണ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് വരുന്നത്. അത് തന്നെ കുറച്ച് നേരത്തേക്കുള്ളൂ. അതേപോലെ പിന്നെയും ഫുൾ ക്ലൈംബാണ്. അത് നല്ല കയറ്റാണ്. പള്ളിവാസൽ കഴിഞ്ഞിട്ടും ടൗൺ വരെ, മൂന്നാർ ടൗൺ വരെ നല്ല കയറ്റാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടിയാലേ നമുക്കൊരു ആശ്വാസം. എന്തായാലും നമ്മൾ തളരില്ല. ഇത് തന്നെയാണ് പരിപാടി നമ്മുടെ. അതുകൊണ്ട് നമ്മൾ കൂളായി കയറി പോകുന്നതാണ്. കുറേയൊക്കെ നമ്മൾ ചവിട്ടുക, കുറേയൊക്കെ തള്ളുക, കുറച്ചൊക്കെ നടക്കുക. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഒരു വളവൊക്കെ എത്തുമ്പോൾ ഇതുപോലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ അവിടെ സൈക്കിളൊക്കെ ഒതുക്കി അവിടെ അങ്ങ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അങ്ങ് കിടന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ യാത്ര ചെയ്ത് നമ്മൾ പള്ളിവാസലെത്തി. പള്ളിവാസലെത്തുമ്പോഴേക്കും നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കണ കാണാം. താഴെ അടിമാലിയും അവിടുത്തെ മലനിരകളും ബിൽഡിങ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യക്തമായി കാണാം. നമ്മളങ്ങനെ പള്ളിവാസലിലെ കാഴ്ചകളെല്ലാം കണ്ട് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഏകദേശം സ്ഥലം നമ്മുടെ എത്താറായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ത്രില്ലിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫുൾ തേയിലത്തോട്ടവും. നമ്മളങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് തന്നെ യാത്ര. ഇനി ഫുൾ കയറ്റാണ്. ഏകദേശം മൂന്നാർ എത്താൻ ഇനി ഒരു 10 കിലോമീറ്റർ താഴെയുള്ളൂ. എനിക്കറിയാം ഇതെല്ലാം കുറേ പേര് ചെയ്തേക്കുന്ന വീഡിയോസാണ്. നേരത്തെ നിങ്ങൾക്കെല്ലാം പോയിട്ടുള്ള സ്ഥലമാണെന്നറിയാം. എന്നാലും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ളൂ. സൈക്കിളിൽ ഒറ്റയ്ക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അതൊരു കുറച്ച് ടഫാണ്, എന്നാലും കുറച്ച് നല്ല പീസ്ഫുള്ളാണ്. എന്നാലും കുറേ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയുള്ളൂ നോക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം KSRTC മൂന്നാർ ഡിപ്പോ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്ഥിരം വന്ന് റെസ്റ്റ് ചെയ്യാറുള്ള സ്ഥലം. മൂന്നാറിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേ ഒപ്പിക്കൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ മൂന്നാറിൽ വന്നിട്ട് ഒറ്റയ്ക്കോ ബാച്ചിലേഴ്സിനോ റൈഡൊക്കെ പോകുന്നവർക്കോ എങ്ങനെ ഏറ്റവും ചിലവ് ചുരുക്കിയ രീതിയിൽ AC റൂമിൽ എങ്ങനെ കിടക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ KSRTCയുടെ സ്റ്റേ എന്ന് പറയുന്നത്. അതായത് ഈ റണ്ണിങ് അല്ലാത്ത ബസ്സസ് എല്ലാം മൊത്തം തിരിച്ചിട്ടിട്ട് സ്ലീപ്പറാക്കി വെച്ചേക്കുവാണ്. ഓൾറെഡി മൂന്നാറിൽ നല്ലെങ്കിലും തണുപ്പ് തന്നെയാണ്. ഒരു 17 ആയിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഉള്ളൊരു ടെമ്പറേച്ചർ. നമ്മുടെ AC-യുടെ ടെമ്പറേച്ചറും ഏകദേശം സെയിം തന്നെയാണ് അവർ ഇട്ടേക്കുന്നത്. ഒരാൾക്ക് ചാർജ് വരുന്നത് ഏകദേശം 220 രൂപ അടുത്താണ്, ബ്ലാങ്കറ്റും പില്ലോയും ഉൾപ്പെടെ. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. മൂന്നാർ വന്നാൽ നമ്മളൊരു സ്ഥിര ഏർപ്പാടാണ് അവിടുത്തെ കണ്ണൻ ദേവൻ്റെ മറ്റേ ഔട്ട്ലെറ്റിൽ പോയി ഒരു ഐസ് ടീ കുടിക്കുന്നത്. മുമ്പ് പലവട്ടം വന്നപ്പോഴും ഒരു സ്റ്റേ എല്ലാം ബുക്ക്ഡാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. വരുന്നവർ മാക്സിമം വീക്കെൻഡ് ഒഴിവാക്കി വർക്കിംഗ് ഡേയ്സിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളങ്ങനെ ബാഗ് നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് നൈറ്റിലൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്.
അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് രാത്രി പോയി ഒരു ബേൽപൂരിയോ മസാൽപൂരിയോ ഇതുപോലത്തെ ഒരു സാധനം കഴിച്ച് അങ്ങനെ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും കാണുക, ഇനിയും കൂടെ കൂടിക്കൊള്ളുക. വെറൈറ്റി വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും.